ഹലോ നമസ്കാരം, മിനി റീഡിംഗിലേക്ക് സ്വാഗതം. നിങ്ങൾ തംബ്നെയിലുള്ള ആദ്യത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോൾ എന്തിനെയാണ് ഉപേക്ഷിക്കേണ്ടത്, എന്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, എന്തിനു വേണ്ടിയാണ് തയ്യാറെടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ റീഡിംഗിൽ നോക്കുന്നത്. ഇതെപ്പോഴാണ് നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത്, അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ടൈംലെസ് മെസ്സേജ് ആണ് എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഗ്രൂപ്പ് 1 ഇപ്പോൾ എന്താണ് ഉപേക്ഷിക്കേണ്ടത്, എന്തിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്? ഓക്കെ, എന്തിനു വേണ്ടിയാണ് അവർ തയ്യാറെടുക്കേണ്ടത്? നിങ്ങളോട് ഉപേക്ഷിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഇൻഡിസൈസീവ് സ്റ്റേറ്റ് എനിക്ക് കിട്ടുന്നുണ്ട്, ഒരു ഡിസിഷൻ എടുക്കാത്തൊരവസ്ഥ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തോ ഒരു ഡിസിഷൻ എടുക്കേണ്ടതുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്, ആ ഡിസിഷൻ എടുക്കേണ്ടതുണ്ട്. ആ ഡിസിഷൻ എടുക്കുന്നത് വഴിയാണ് നിങ്ങൾക്ക് എന്താ പറയുക നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കാനായിട്ട് സാധിക്കുള്ളൂ. മാത്രമല്ല നിങ്ങളുടെ ലൈഫിലും ഒരു ബാലൻസ് അച്ചീവ് ചെയ്യുന്നതിന് നിങ്ങളത് സഹായിക്കും എന്ന് കാണുന്നുണ്ട്. അപ്പൊ ആ ഡിസിഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഓക്കെ, യെസ്, ഒരു ബാലൻസ്, ഒരു ഹാർമണി കൊണ്ടുവരുന്നതിന് ഈ ഡിസിഷന് വലിയൊരു പ്രാധാന്യമുണ്ട്. പക്ഷെ ആ ഡിസിഷൻ നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ. നിങ്ങളത് എടുക്കുന്നില്ല, നിങ്ങളത് ഇങ്ങനെ എന്താ പറയുക മാറ്റിവെക്കുക. പിന്നീടാവട്ടെ, സമയമുണ്ട്. പക്ഷെ യൂണിവേഴ്സ് പറയാണ് ഇനി സമയമില്ല. അത് നിങ്ങൾ ഇപ്പം തന്നെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അത് ഡിസൈഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. എന്നാലേ നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സിന്റെ പ്ലാൻ പ്രകാരം കുറച്ച് കാര്യങ്ങൾ നടക്കേണ്ടതുണ്ടല്ലോ, അത് കൃത്യമായി നടക്കുള്ളൂ. അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഡിലേസ്, അനാവശ്യമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെയാണ് നിങ്ങൾ പിന്നെ അതിലൂടെ വിളിച്ചു വരുത്തുക. അപ്പോൾ ആ തീരുമാനം എടുക്കാതിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടത്. തീരുമാനം എടുക്കുക, ആ ചോയ്സ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ എന്താണെന്നുള്ളത് ഉറപ്പിക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എന്തിലാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പോസിറ്റീവ് നെഗറ്റീവ് അവസ്ഥകളിലൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. ഓക്കെ, നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ് ആണ് അവർ, നിങ്ങളുടെ സോൾ ട്രൈബിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ് അവർ. അവരുമായിട്ട് കൂടുതൽ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തണം. നിങ്ങൾ അവരെ ചെറിഷ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് അവരെ അർഹിക്കുന്ന വിധത്തിൽ നിങ്ങൾ അവരെ ചെറിഷ് ചെയ്യുന്നില്ല. അവർക്ക് അർഹിക്കുന്ന ഒരു ശ്രദ്ധയും ഒരു കെയറും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ കാരണങ്ങൾ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ലൈഫ് നിങ്ങളുടെ ആ രീതിയിലായിരിക്കും, അതുകൊണ്ടാവും നിങ്ങൾക്കത് പറ്റാത്തത്. ഓക്കെ, പക്ഷേ യൂണിവേഴ്സ് എന്താ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം. അവർക്ക് സമയം കണ്ടെത്താൻ പറയുന്നു. ഇപ്പൊ അവരുമായിട്ട് ഒരു ഔട്ടിങ്ങിനൊക്കെ പോകുക, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. അതിനൊരു അവസരം കിട്ടിയാൽ തള്ളിക്കളയാൻ പാടില്ല. ഓക്കെ, നിങ്ങളത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് എന്താ പറയുക എനിക്ക് സമയമില്ല, എനിക്ക് അതിനുള്ള ടൈം ഇല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ, നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെന്ന് വെച്ചാൽ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റും അല്ലേ. നമ്മുടെ തന്നെ പല ലൈഫിൽ തന്നെ നമ്മൾ പല സമയങ്ങളിൽ നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണം, നമുക്ക് ആവശ്യമാണ് എന്ന് തോന്നുമ്പോൾ നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ട് അതിനായിട്ട്, ആ ഒരു കാര്യം ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആ വ്യക്തികളോടൊപ്പം ആയിരിക്കുന്നതിന് ഒക്കെ നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അത് ഇവിടെയും സാധിക്കും. അപ്പൊ അവരെ ചെറിഷ് ചെയ്യാൻ പറയുന്നു, അതിലാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത്. അവർക്ക് നിങ്ങൾ അവരെ ശരിക്കും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. ഓക്കെ, അത് അവർക്കും നിങ്ങൾ അവൈലബിൾ ആകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അവർക്കും നിങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് അർഹിക്കുന്ന സപ്പോർട്ട്, ഓക്കെ, കെയർ നിങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അപ്പോഴേ അവിടെ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആകുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ എന്തിനു വേണ്ടിയാണ് തയ്യാറെടുക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിയർ ഫ്യൂച്ചറിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മൂലം ഒരു വഴക്കുണ്ടാകാനും ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അവിടെ ക്ഷമയോടായിക്കൊണ്ട് ഓക്കെ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നതിന് നിങ്ങൾ തയ്യാറായിരിക്കണം. അതായത് അവിടെ ഒരു ഓവർ തിങ്കിങ് കാര്യമായിട്ട് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ആരെങ്കിലും പറയുന്നത് നിങ്ങൾക്കത് മനസ്സിലാകാതെ വരികയും നിങ്ങൾ അതിനെ തെറ്റായി മനസ്സിലാക്കുകയും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് അവിടെ. ഓക്കെ, എന്നിട്ട് അതിന്റെ പുറത്ത് പിന്നെ അവരുമായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാകാനാണ് സാധ്യത. അത് നിങ്ങളുടെ സ്വസ്ഥത കെടുത്തുന്ന മാത്രമല്ല, നിങ്ങളുടെ തെറ്റിദ്ധാരണ കൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ വിഷമമുണ്ടാക്കും. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് എന്ത്, ആ ഒരു ക്ഷമയോടായിരിക്കാം, ക്ലാരിറ്റി, കമ്മ്യൂണിക്കേഷനിൽ ക്ലാരിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്താം. അവർ പറയുന്ന കാര്യം ആരോടൊക്കെ നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ടോ, ആര് പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ
നിങ്ങൾക്ക് വേണ്ടുന്ന വ്യക്തത കിട്ടിയിട്ടില്ലെങ്കിൽ അത് അവരോട് അപ്പം തന്നെ ചോദിക്കുക, ഇന്നതാണോ ഉദ്ദേശിച്ചത്, ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കിയത്, ഇത് തന്നെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നുള്ളത്. ഓക്കെ, കാരണം അങ്ങനെ നിങ്ങൾ കുറച്ച് സമയം എടുത്താൽ നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി ഒക്കെ നേടിയെടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ വലിയൊരു പ്രശ്നം നിങ്ങൾക്ക് ഒഴിവാക്കാം, ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മാറ്റാം. ഓക്കെ, അതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിലൊന്ന് ശ്രദ്ധിക്കുക, അതിനായിട്ട് തയ്യാറെടുക്കാൻ പറയുന്നത്. ഇപ്പോഴേ ക്ഷമയോടായിരിക്കുക, ഓപ്പൺ ആൻഡ് ട്രാൻസ്പെറന്റ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി ആരെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാതിരിക്കുമ്പോൾ നിങ്ങൾ സ്വയം അത് ഗസ് ചെയ്യാൻ നിൽക്കാതെ അതെന്താണെന്ന് അവരോട് തന്നെ ചോദിച്ചാൽ ക്ലാരിറ്റി ഉടനടി നേടിയെടുക്കുക. ഇതൊക്കെ നിങ്ങൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് ആ ഒരു സിറ്റുവേഷനായിട്ട് തയ്യാറെടുക്കാൻ നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, അത് വളരെ മോശമായ ഒരു വഴക്കിലേക്ക് അത് നീങ്ങാനും അല്ലാതെ അതൊരു പ്രശ്നവും ഇല്ലാതെ ആ സിറ്റുവേഷൻ കടന്നു പോകാനും രണ്ടിനും ഒരേ സാധ്യതയാണുള്ളത്. അത് ഇതിൽ ഏത് വഴി കൂടെ പോകണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ഓക്കെ, ഈ പറഞ്ഞ ഗൈഡൻസ് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നവും ഇല്ലാതെ അതിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാനായിട്ട്, ആ ഘട്ടം നിങ്ങൾക്ക് കടന്നു പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തുതന്നെയാണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കമന്റ് സെക്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരെയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. ഇനി റീഡിംഗിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ തമിഴിലത്തെ രണ്ടാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. നിങ്ങളിപ്പോൾ എന്തിനാണ് ഉപേക്ഷിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. എന്തിൽ ശ്രദ്ധ കൊടുക്കണം, എന്തിനു വേണ്ടി തയ്യാറെടുക്കണം. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സ് ഇപ്പൊ എന്തിനാണ് അവർ ഉപേക്ഷിക്കേണ്ടത്? ഓക്കെ, എന്തിലേക്കാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഇപ്പോൾ? എന്തിനു വേണ്ടിയാണ് അവർ തയ്യാറെടുക്കേണ്ടത്? ഓക്കെ, അപ്പോ ആദ്യം തന്നെ നിങ്ങളോട് ഉപേക്ഷിക്കേണ്ടത്, നിങ്ങൾ എന്താണ് ഉപേക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടിയിട്ടുള്ള 6 of Pentacles ആണ്. അതായത് നിങ്ങൾ ആരെങ്കിലും ബ്രെഡ് ക്രം ചെയ്യുമ്പോൾ അതിനനുവദിച്ച് നിൽക്കുന്നത്, അത് നിങ്ങൾ അതിനോട് ഓക്കെ ആയി നിൽക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, അതിന് ഉപേക്ഷിക്കുക. നിങ്ങൾ ആരെങ്കിലും ബ്രെഡ് ക്രം ചെയ്യുന്ന ടെൻഡൻസി ഉള്ള ഒരാളാണെങ്കിൽ അത് ഒഴിവാക്കുക. കാരണം എന്താ ഉണ്ടാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി ഒരാൾ ബ്രെഡ് ക്രം ചെയ്യുമ്പോൾ നിങ്ങൾ അത് അനുവദിക്കുകയാണ്, നിങ്ങൾ അതിനെ ഓക്കെ ചെയ്യണം, നിങ്ങൾ അണ്ടർ വാല്യൂ ചെയ്ത് പെരുമാറുമ്പോൾ, ട്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് സ്വീകരിക്കാൻ നിന്നാൽ കൂടുതൽ അങ്ങനത്തെ അനുഭവങ്ങളാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഒരാളെ ബ്രെഡ് ക്രം ചെയ്യുകയാണെങ്കിൽ വൈകാതെ നിങ്ങളും അതേ സിറ്റുവേഷനിൽ എത്തും, വേറെ ആരെങ്കിലും നിങ്ങളെ ബ്രെഡ് ക്രം ചെയ്യും. അപ്പോൾ ഈ ഒരു ടെൻഡൻസി ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇതിൽ ഏത് സെക്ഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് അതനുസരിച്ച് കാര്യം ചെയ്യുക. നിങ്ങളെ എല്ലാവരും അണ്ടർ വാല്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ മിണ്ടാതെ അതിനോട് ഒരു അക്ഷരം പോലും എതിർത്ത് പറയാതെ അതിനെ സ്വീകരിക്കുന്ന ഒരാളാണെങ്കിൽ ആ സ്വീകരിക്കുന്ന രീതി നിർത്തുക, നോ പറയാൻ പഠിക്കുക. ഇനി നിങ്ങൾ മറ്റുള്ളവരെ അണ്ടർ വാല്യൂ ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ മറ്റുള്ളവർ ബ്രെഡ് ക്രം ചെയ്യുന്ന ഒരാളാണെങ്കിൽ എഗെയിൻ അവരുടെ വാല്യൂ മനസ്സിലാക്കി അവർ അർഹിക്കുന്ന രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട് ശീലിച്ച് തുടങ്ങുക. ഓക്കെ, യൂണിവേഴ്സ് ഒരു എന്താ പറയാ, വളരെ ഒരു ജസ്റ്റിസ് സെർവ് ചെയ്യുന്ന ഒരു മോഡലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇതാണ് നിങ്ങൾ ഉപേക്ഷിക്കേണ്ട. അപ്പോൾ ആ ഒരു ടെൻഡൻസിയാണ് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടത്. ഏത് ടെൻഡൻസിയാണുള്ളത് അത് നിങ്ങൾ ഉപേക്ഷിക്കാം. ഇനി എന്തിലാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, റീസെൻ്റ്ലി നിങ്ങൾ അനുഭവിച്ച ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട്, നിങ്ങൾ അതിൽ നിന്ന് ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല, നിങ്ങൾ ആ ഹാർട്ട് ബ്രേക്കിനെ കുറിച്ച് തന്നെ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഓർമ്മകളിലാണ് അത് നിങ്ങൾ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക, അത് നിങ്ങൾക്ക് ഒരുപാട് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. അതുമൂലം ബാക്കി കാര്യങ്ങളിൽ, ബാക്കി മേഖലകളിലൊന്നും നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് വല്ലാത്തൊരു റെസ്റ്റ്ലെസ് എനർജി, പെട്ടെന്ന് ദേഷ്യം വരിക, ഒരു സ്വസ്ഥത ഇല്ലാത്ത അവസ്ഥ. ഇതിനെല്ലാം മൂല കാരണം എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ പാസ്റ്റ്. ഓക്കെ, നിങ്ങൾ വിട്ടുപോകാത്ത, നിങ്ങൾ വിട്ടുകളയാത്ത ആ ഒരു പാസ്റ്റ് ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അതിനെ ഉപേക്ഷിക്കുക, അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകുക എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യേണ്ട കാര്യം. ഇനി എന്തിനു വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കണമെന്ന് ചോദിച്ചാൽ, നിയർ ഫ്യൂച്ചറിൽ നിങ്ങളിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ആ ഓപ്പർച്യൂണിറ്റി വളരെ ചെറുതായിരിക്കും, പക്ഷേ അത് ലോങ് ടേമിലേക്ക് ഉള്ള ഒരു കാര്യമായിട്ട്, ലോങ് ടേം ബെനിഫിറ്റ് തരുന്ന രീതിയിൽ ആ ഓപ്പർച്യൂണിറ്റിക്ക് മാറാൻ പൊട്ടൻഷ്യൽ ഉണ്ട്. ഓക്കെ, നിങ്ങളിലേക്ക് വരുമ്പോൾ ചെറുതായി തോന്നിയാലും അതിന്റെ എഫക്റ്റ് ലോങ് ടേമിലേക്കാണ്. അത് ലോങ് ടേം
ബെനിഫിറ്റ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, ഒരു സ്റ്റേബിൾ ഫൗണ്ടേഷൻ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനും സാമ്പത്തികമായിട്ടും അല്ലാതെയും അബണ്ടൻസ് പ്രോസ്പെറിറ്റി ഒക്കെ കൊണ്ടുവരുന്നതിന് ഈ ഒരു പെർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റി നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഇതിലൂടെയാണ് അതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ചെറിയ ഓപ്പർച്യൂണിറ്റി ആണല്ലോ എന്ന് വിചാരിച്ച് അതിനെ വിട്ടുകളയാതിരിക്കുക. ഓക്കെ, അപ്പൊ അതിനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണ്. ഗിവ് ഇറ്റ് എ ചാൻസ്. അത് എത്ര ചെറിയ ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും ഗിവ് ഇറ്റ് എ ചാൻസ്. നിങ്ങൾക്ക് അത് ഗുണകരമാണ്. യൂണിവേഴ്സ് അതിന്റെ ചെറിയ രീതിയിലാണ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾ അതിനെ സ്വീകരിക്കുക, അതിനെ എക്സ്പ്ലോർ ചെയ്യുക. നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കണോ ആ ഓപ്പർച്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് ആ ആക്ഷൻ എടുക്കുക. ഫുള്ളി കമ്മിറ്റഡ് ആയിട്ട് തന്നെ ആക്ഷൻ എടുക്കുക. നിങ്ങളുടെ 100% അതിൽ നൽകുക. നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ഗുണം ഉണ്ടാകുക. ഓക്കെ, ഇതാണ് നിങ്ങൾ എന്താ ഫോക്കസ് ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ ഇതാണ് നിങ്ങൾ പ്രിപ്പയർഡ് ആകേണ്ട കാര്യം. നിയർ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെയാണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരാണ്. താങ്ക് യു.